ഇപ്പോൾ കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ ദേവിദാസ് നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഡിസ്ട്രിക്ട് കളക്ടർ. യഥാർത്ഥത്തിൽ ഈ നമുക്കറിയാം അവിടെ ചെറിയൊരു ആങ്സൈറ്റിയും ആശങ്കയൊക്കെ പരക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്ക്രീനിൽ അങ്ങ് കാണുന്ന പോലെ ഒരു കണ്ടെയ്നർ കൂടി ഈ പരിമണം ഭാഗത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് അങ്ങേക്ക് ജനങ്ങളോട് പറയാനുള്ളത്? ആദ്യത്തെ കണ്ടെയ്നർ വന്നത് ആലപ്പാട് ചെറിയഴീക്കൽ പ്രദേശത്താണ്. അവിടെ ഇന്നലെ രാത്രി തന്നെ വേണ്ട മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. സുരക്ഷാ അകലം പാലിച്ചുകൊണ്ട് അവിടെയുള്ള വീട്ടിലുള്ള ഒരു 5 വീടുകളിലെ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ അവിടെ പോലീസിന്റെ നിരീക്ഷണമുണ്ട്. ഇന്ന് രാവിലെയോട് കൂടിയിട്ടാണ് ചവറ പരിമണം ഭാഗത്ത് ഈ രീതിയിൽ വന്നിരിക്കുന്നത്. അതിലൊന്ന് നീണ്ടകര ഭാഗത്ത് കരയില് അടിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കി കുറച്ച് കണ്ടെയ്നേഴ്സ് അതിപ്പം ശക്തികുളങ്ങിന്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുവാണ്. അപ്പൊ അതിന്റെ നിരീക്ഷണം നടത്തുന്നുണ്ട്. നമുക്ക് പോലീസിന്റെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ജനങ്ങളെ സുരക്ഷിതായാലും പാലിക്കാനുള്ള കർശന നിർദ്ദേശം കൊടുത്തിട്ട് അതിന്റെ മുൻകരുതൽ എടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് കളക്ടർ, യഥാർത്ഥത്തിൽ ഇതിൽ ഈ കണ്ടെയ്നറുകൾ കുറച്ച് കാലിയാണ്, എന്നാൽ ചില കണ്ടെയ്നറുകളൊക്കെ രാസപദാർത്ഥങ്ങൾ വരെ ഉണ്ടെന്നുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ നമ്മുടെ ഈ തീരപ്രദേശത്ത് അത്യാഹിതങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു കഴിഞ്ഞു? അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ ഇപ്പൊ ഫയർ സർവീസും അതുപോലെ തന്നെ ഈ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ എഞ്ചിനീയേഴ്സും PCBയുടെ എഞ്ചിനീയേഴ്സും എല്ലാം ആ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പോലീസിന്റെയും മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുടെയും ഫിഷറീസിന്റെ ഒക്കെ ഉദ്യോഗസ്ഥരെ അവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ആശങ്കപ്പെടേണ്ട നിലവില് സ്ഥിതി ഇല്ല. ഓക്കെ, താങ്ക് യു. ശരി. അങ്ങെന്തോ പറയാൻ ശ്രമിച്ചോ? അങ്ങെന്തോ പറയാൻ വന്നോ? അല്ല, വേണ്ട രീതിയിൽ നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഓക്കെ, ഞങ്ങൾ അങ്ങേ പിന്നീട് ബന്ധപ്പെട്ടോളാം. താങ്ക് യു ശ്രീ ദേവിദാസ്. കൊല്ലം ജില്ലാ കളക്ടർ N. ദേവിദാസ് IAS ആണ് നമുക്കൊപ്പം ചേർന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ഒരു തത്സമയ ദൃശ്യമാണ്. ഈ പരിമണം ഭാഗത്തേക്ക് ഒഴുകി വരുന്നൊരു കണ്ടെയ്നർ ദൃശ്യമാണ് നമ്മൾ റൗണ്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. എന്നാലും 1 കിലോമീറ്റർ വേഗത്തിലാണ് ഈ കണ്ടെയ്നർ ഒഴുകി നടക്കുന്നത് നമുക്കറിയാം. അത് ഒരുപക്ഷെ കടലിൽ നിന്ന് നാര്യമായി ശോഭിച്ചിരിക്കുന്ന ദിവസമാണ്. നല്ല പ്രക്ഷുബ്ധമാണ്. കാര്യമായി മഴ കൊല്ലം ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്.